ജോസഫ് ജോർജ്, എന്നാൽ ആരാധകർ ഈ പറയുന്നതിലെ നിരാശ സ്വാഭാവികമാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് അർജന്റീനയും ലയണൽ മെസ്സിയും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗമെന്ന് നമുക്ക് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്നതാണ്. ആ ഫുട്ബോൾ ആവേശമൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അർജന്റീനയുടെ ആദ്യ 11 പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആകെ പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ? പാരഡൈസിനെ ഒഴിവാക്കിയത് മുതൽ തുടങ്ങിയില്ലേ കാര്യങ്ങൾ? എന്തായിരിക്കും ആ ആലോചനയിലേക്ക് സ്കലോണി പോയത് എന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അറിയില്ല. നമ്മൾ ഇന്നലെ ഊഹിച്ചതുപോലെ അത് വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാനായിരിക്കാം. പക്ഷേ പന്ത് കിട്ടിയാലല്ലേ ആക്രമിക്കാൻ പറ്റുള്ളൂ. നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ഒരു ചിന്തയുമില്ല. പക്ഷെ അത് ഒരിക്കലും പരേഡസിനെ പിൻവലിച്ചുകൊണ്ടാവില്ല. മധ്യനിരയിൽ അവർ 4 പേരെ നിലനിർത്തുമെന്ന് തന്നെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവിടെയാണ് പരേഡസ് ഇല്ലാതായി പോയപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം. കാരണം അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത ഇല്ലാത്തതാണെങ്കിൽ ഒരിക്കലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ സഫായിട്ട് വരില്ലല്ലോ. വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ ആ കൊണ്ടുവന്ന എഡ്ജും നഷ്ടപ്പെട്ടു. പരേഡസിനെ എന്തിനാണോ അവിടെ ഉദ്ദേശിച്ചത്, നമ്മൾ പറയുന്ന പോലെ കുറച്ച് ടാക്ടിക്കൽ ഫൗളുകൾ, കുറച്ച് നിഗ്ലിംഗ് ഫൗളുകൾ, തന്ത്രപരമായി എതിരാളികളെ ചൊടിപ്പിക്കുന്ന ഫൗളുകളൊക്കെ ചെയ്ത് തുടക്കം മുതൽ, അതല്ലാതെ തന്നെ അർജന്റീന ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ അവരുടെ ഒരു സ്ഥിരം ശൈലിയാണത്. അങ്ങനെ കളിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ മിഡ്ഫീൽഡിൽ അങ്ങ് ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇത് സ്ഥിരം ആവനാഴിയിൽ നിന്നും കളി തിരിച്ചു പിടിക്കാൻ എടുക്കുന്ന അസ്ത്രത്തെ ആദ്യം ഉപയോഗിച്ചും പോയി, പിന്നീട് തിരിച്ചു പിടിക്കാൻ അസ്ത്രങ്ങൾ ഇല്ലാതായി പോയി. അതാണെന്ന് ശരിക്കും സംഭവിച്ചത്. 70-ാം മിനിറ്റിൽ 5 സബ്സ്റ്റിറ്റ്യൂഷനും തീർന്നു സ്കലോണിയുടെ. അത് കളിയിലെ ഓരോ മാറ്റങ്ങൾക്കും സ്പെയിൻ ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുമ്പോൾ അവരുടെ അവൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ അർജന്റീന കൊണ്ടുവരുന്നു. ചില ഫോഴ്സ്ഡ് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ സ്കലോണിയുടെ തന്ത്രങ്ങൾ ഇന്ന് വിജയിച്ചില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. ഒരു കളിക്കളത്തിൽ ഒരു തരത്തിലുള്ള മേധാവിത്വവും കിട്ടിയില്ല. റൈറ്റ്. ഞാൻ ജോസഫിലേക്ക് വീണ്ടും എത്താം. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൂടി പോയാൽ, അതായത് വേറെ ഒന്നുമല്ല, ആ ലോകകപ്പ് വേദിയിലെ പ്രധാന പുരസ്കാരങ്ങളെല്ലാം സ്വന്തമാക്കിയത് സ്പാനിഷ് താരങ്ങളാണ്. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രി സ്വന്തമാക്കി. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോണാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. കുബാർസി മികച്ച യുവതാരവുമായി. ഇനി ഗോൾഡൻ ബൂട്ട് നമുക്ക് സംശയമുണ്ടായിരുന്നില്ല, അത് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയ്ക്ക് തന്നെ ലഭിച്ചു. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തു പകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോണാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.